രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശങ്കയുണ്ടാക്കിയ തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചത് 3 മണിക്കൂറുകൾക്ക് ശേഷം മാത്രം. താൽക്കാലിക ജനറേറ്റർ എത്തിച്ച് പ്രതിസന്ധി പരിഹരിച്ചെങ്കിലും ആരോഗ്യമന്ത്രി സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വീഴ്ച കണ്ടെത്തിയാൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. 1.5 മണിക്കൂർ വരെയായി കറണ്ട് പോയിട്ട്. നേരെ ഗർഭിണികളെയും പൊടി കൊച്ചുങ്ങളും ഇപ്പൊ പറ്റി വന്ന കൊച്ചുങ്ങൾ വരെ ഉണ്ട്. ഈ കറണ്ടില്ലാതെ എന്ത് ചെയ്യും? മെഡിക്കൽ കോളേജിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല ചോദിക്കാനും പറയാനും. പോലീസുകാർ ഇതാ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കണം. അവർക്ക് വരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് സംവിധാനമാണ് ഇത്. ഒരു ICUയിൽ 1 മിനിറ്റ് തപ്പിയാൽ മരിച്ചു പോകത്തില്ലേ? വെന്റിലേറ്റർ കുട്ടി അടക്കുന്നു. ICUയിൽ ഉണ്ടെന്ന് വെച്ചപ്പോൾ സ്റ്റാഫ് ചിരിച്ചിട്ട് പറയുന്നു എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ചിരിച്ച് സംസാരിക്കുന്നു. അത് ഈ ലേബർ റൂമിലായിരുന്നു മകള് അകത്ത് ലേബറില്ല. പ്രസവം കഴിഞ്ഞോ? ഇല്ല അവര് വെപ്രാളേ ഉള്ളൂ. കറണ്ട് ഇല്ലായിരുന്നുള്ള അവസ്ഥ ഒരു കുട്ടി കിടക്കണോണ്ട് ഗർഭിണി കുട്ടിയാണെന്ന് പറഞ്ഞു അവര് പ്രയാസേ ഉള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദഗ്ധ ചികിത്സ നൽകുന്ന പ്രത്യേക ആശുപത്രി ബ്ലോക്ക് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ വൈദ്യുതി തടസ്സപ്പെടുന്നു. ICUവിലും ഇൻക്യുബേറ്റർ യൂണിറ്റിലും ലേബർ റൂമിലുമായി കുട്ടികളടക്കം നിരവധി രോഗികൾ. 1 മണിക്കൂറിലധികം വൈദ്യുതി തടസ്സപ്പെട്ടതോടെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും പ്രതിഷേധം. ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും സംസാരിക്കാൻ വന്നിട്ടില്ല. പ്രഗ്നൻസിയാ അവരെ ലിഫ്റ്റിൽ ഇറക്കേണ്ടത് നടവഴി ഇറക്കിയപ്പോ ആ ചേട്ടായി ഇറക്കിയിട്ട് വന്നേപ്പോ 4 ചേച്ചിമാർ കുറച്ചേ ഉള്ളൂ. അതിനകത്തൊന്ന് കിടന്നു നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ ചൂടെടുക്കുക, അതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും ഒന്നുകൊണ്ട് വെളിയിലിറങ്ങി നിൽക്കുക. ടോർച്ചിന്റെയും മെഴുകുതിരി വെട്ടത്തിന്റെയും വെളിച്ചത്തിലാണ് ആശുപത്രി പ്രവർത്തിച്ചത്. അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതി ഇല്ലാതായതോടെ രോഗികൾ കടുത്ത ദുരിതത്തിലാവുകയും ചെയ്തു. ഇൻഡോർ ട്രാൻസ്ഫോമർ തകരാറിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതിന്റെ മെയിൻ്റനൻസ് ചുമതല PWD ഇലക്ട്രിക് വിഭാഗത്തിനായിരുന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന ജനറേറ്ററും പണിമുടക്കിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്, പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉള്ള സാധാരണ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട്. പക്ഷെ അത് ആ ബാക്കപ്പ് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളത് കൂടി സമഗ്രമായി പരിശോധിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത്. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ആശുപത്രി വളപ്പിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. തലസ്ഥാന ജില്ലയിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ 3 മണിക്കൂർ വൈദ്യുതി തടസ്സം വീഴ്ചയാണ്. അകത്തുണ്ടായിരുന്നത് ഗർഭിണികളും പ്രായമുറയ്ക്കാത്ത കുഞ്ഞുങ്ങളുമായിരുന്നു. വീഴ്ചയുടെ പേരിൽ വകുപ്പുകൾ തമ്മിൽ തട്ടിക്കളിക്കുന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.